എടാ അമ്മോ നിക്കടാ, നിന്റെ അമ്മ വരട്ടെ. അച്ഛനൊരു കാര്യം വിചാരിച്ചിരിക്കുക. ആ കാര്യം മാത്രം ഓക്കെ ആവട്ടെ. നിനക്ക് ചോക്കിയല്ല, ഇന്ന് നമുക്ക് കേക്ക് തന്നെ മുറിക്കാം. അത് ഓക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് മാത്രം ഓക്കെ ആയാ ഇന്ന് നമുക്ക് ഉറപ്പായിട്ടും കേക്ക് മുറിക്കാം. അതെ, അച്ഛനും അത് ഓക്കെ ആവട്ടെ എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. എടി ഐഷു, ഇത്ര നേരം എന്താ ചെയ്യണ്? എന്തായെന്ന് അറിയാതെ എനിക്കിവിടെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഒന്ന് വേഗം വാ. അയ്യോ ഷമീർ, ഇതാ വരാ, ഒരു മിനിറ്റ് നിക്കി. ഐഷു നീ വന്നോ? എന്തായി? അയ്യോ റിയ, ഒന്ന് മിണ്ടാതിരിക്കി. ഷമീർ, അത് എന്താ ഐഷു, നിന്റെ മുഖത്തിലൊരു സന്തോഷമേ ഇല്ല. അപ്പോ അത് ഓക്കെ ആയില്ലേ? അത് ഇല്ല ഷമീർ, റിസൾട്ട് നെഗറ്റീവായി. ഷമീർ, ഈ പ്രാവശ്യം ആയില്ല എന്ന് നിങ്ങൾക്ക് സങ്കടമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല ഐഷു. ഇപ്പൊ എന്താ, ഈ പ്രാവശ്യം നെഗറ്റീവായാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എനിക്കിതിൽ സങ്കടമൊന്നുമില്ല. നീ ഇത് ഓർത്ത് സങ്കടപ്പെടാതിരുന്നാ മതി. റിയ കുട്ടി, കേക്കൊക്കെ നമുക്ക് പിന്നെ മുറിക്കാം. നീ അങ്ങോട്ട് പോയി കളിക്ക്. അയ്യോ പാവം ഷമീർ, റിസൾട്ട് പോസിറ്റീവ് ആണ്. പക്ഷെ നെഗറ്റീവ് എന്ന് പറഞ്ഞാ ആളെ എന്ത് ചെയ്യുന്നു നോക്കാ പറഞ്ഞിട്ടാണ് വെറുതെ പറഞ്ഞത്. പാവം ഒരുപാട് ഫീൽ ചെയ്യണു. ശരി പോട്ടെ, പോസിറ്റീവ് എന്നങ്ങ് പറഞ്ഞേക്കാം. എന്താ ഷമീർ, സങ്കടം ഇല്ലെന്ന് വെറുതെ അല്ല പറഞ്ഞത്. പക്ഷെ ഈ പ്രാവശ്യം ആയില്ലെന്ന് നിങ്ങൾക്ക് ശരിക്കും സങ്കടമില്ലേ? അതൊന്നും ഇല്ലടി. ശരി. പിന്നെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളൊരു ഡോക്ടർ അല്ലേ, എന്നാലും നിങ്ങൾ തന്നെ കിറ്റിൽ നോക്കി പോസിറ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത് പറയേ. ഇതിലെന്താ നിനക്ക് കൺഫ്യൂഷൻ? സിംഗിൾ ലൈൻ വന്നാൽ നെഗറ്റീവ് ആണ്, ഡബിൾ ലൈൻ വന്നാൽ പോസിറ്റീവ് ആണ്. ഇതുപോലെ നിനക്കറിയില്ലേ? സിംഗിൾ ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെ ആയിരിക്കും. അത് ഞാൻ നോക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. ശരി, എന്നാലും ഒന്ന് നോക്കി പറയേ ഷമീർ. എടി നീ എന്താ പറയണ? ശരി താ. എടി ഐഷു, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഡബിൾ ലൈൻ വന്നിട്ടുണ്ട്, പോസിറ്റീവ് അല്ലേ? എന്തിനാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത്? ഷമീർ, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും നോക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് പോസിറ്റീവാ. ഷമീർ, നിങ്ങൾ വീണ്ടും അച്ഛനാവാൻ പോകുക. എന്താ ഇപ്പൊ സന്തോഷല്ലേ? എടി ഐഷു, റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കണ കള്ളി. വെറുതെ പോസിറ്റീവ് ആണെന്നും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സന്തോഷപ്പെടുന്നറിയാ. പക്ഷെ നെഗറ്റീവ് ആണെന്നും പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇടി എന്നെ കൊണ്ട് തമാശ കളിയാണോ? ശരി പോട്ടെ, ഇപ്പൊ റിസൾട്ട് പോസിറ്റീവ് ആയത് കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം. എന്താ ഷമീർ, ഇനിയൊരു കുട്ടിയും കൂടെ വേണമെന്ന് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ ചോദിച്ച പോലെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇനിയൊരു കുട്ടിയും കൂടെ തരാൻ പോവാണ്. ഇപ്പൊ സന്തോഷമല്ലേ? ഒരുപാട് 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 സന്തോഷം ഐഷു. കാരണം റിയ നിന്റെ വയറ്റിലായിരിക്കുമ്പോ എനിക്ക് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ നോക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതേപോലെ റിയ ജനിച്ച ശേഷം അവളെ എന്റെ കൂടെ ആയിരുന്നു. അവളെ നിനക്ക് നോക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. റിയാന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടാത്ത സന്തോഷവും നിനക്ക് കിട്ടാത്ത സന്തോഷവും കൂടി ചേർന്ന് ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് ഇനിയൊരു കുട്ടിയും കൂടെ വേണമെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ കുട്ടിയും കൂടെ വന്നു. ഈ കുട്ടി ഇനി നിന്റെ വയറ്റിലുള്ളവരെ നിന്നെ ഞാൻ റിയാന്റെ കാര്യത്തിൽ നിന്നെ എങ്ങനെയൊക്കെ നോക്കണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ നിന്നെ എനിക്ക് നോക്കണം ഐഷു. ഇത്രയും കാലം നമ്മൾ പിരിഞ്ഞിരുന്ന് നമുക്ക് കിട്ടാത്ത സന്തോഷമൊക്കെ ഇനി നമുക്ക് കിട്ടാൻ പോവാണ്. റിയ കുട്ടി, കേക്കല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ മുറിക്കാം. അതേടാ അമ്മു, ഓക്കെ അല്ല, ഡബിൾ ഓക്കെ ആയി. അത് ഇത്രയും കാലം ഉണ്ണിക്കുട്ടി കളിക്കാൻ കുഞ്ഞുമാവ വേണമെന്ന് ചോദിച്ചില്ലേ, ആ കുഞ്ഞുമാവ വരാൻ പോകുകയാണ്.
അതേടാ അമ്മോ, ഉണ്ണിക്കുട്ടിക്ക് കളിക്കാൻ കുഞ്ഞു ബാബ വരാൻ പോകുകയാണ്. നാളെയൊന്നും വരില്ല, പക്ഷെ വേഗം വരും. ശരി, പറയട്ടെ, കുഴപ്പമില്ല. എന്തായാലും അവർക്കൊക്കെ അറിയേണ്ട കാര്യം തന്നെയല്ലേ. പിന്നെ ഇത് നമുക്ക് പറയുന്ന ഒരു മടിയല്ലേ, അപ്പോ അവള് പറഞ്ഞങ്ങ് അറിയണെങ്കിൽ അറിയട്ടെ. അതും ശരിയാ. ഐഷു, എനിക്കിപ്പോ എത്ര സന്തോഷം ഉണ്ടറിയോ. എനിക്ക് ഇത്ര സന്തോഷം തന്നത് നീയാ. ഐ ലവ് യു ഐഷു. ഇനി നിന്നെയും നിന്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞു കുട്ടിനെയും ഞാൻ പൊന്നുപോലെ നോക്കും. ഇനിയിപ്പോ നിന്റെ വയറ്റിലുള്ള കുട്ടി ഷമീർ എപ്പോഴാ വരാന്നുണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ തന്നെ വയ്യ. എന്ത് കുട്ടി ഷമീറോ? അപ്പോഴേക്കും കുട്ടി ഷമീറാണെന്ന് കൺഫേം ചെയ്താ? അതെ, ഓൾറെഡി കുട്ടി ഐഷു ഉണ്ടല്ലോ. അപ്പൊ ഇനി അടുത്ത കുട്ടി ഷമീർ തന്നെയല്ലേ. ഇനിയിപ്പോ കുട്ടി ഷമീർ ആണെങ്കിലും ശരി, ഇനിയൊരു കുട്ടി ഐഷു ആണെങ്കിലും ശരി. പക്ഷെ എന്നാലും ഇനിയൊരു കുട്ടി വരാൻ പോകുന്നതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഐഷു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.